ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ദൈവവചനവും ഹൃദ്യമായ ഒരു സാക്ഷ്യവും നാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇനിയും ഒരു ശുശ്രൂഷയുടെ ആവശ്യം ഇവിടെയില്ല. എന്നാൽ സമാപനം എന്നുള്ള നിലയിൽ ചുരുക്കം ചില വാക്കുകൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുകയായിരുന്നു. ആരോട് ചോദിച്ചാലും പറയും, എൻ്റെ ബ്രദറെ ഒരു പനി വന്നു, ചുമ മാറുന്നില്ല അല്ലേ. അതേ അനുഭവത്തിലൂടെ ഈ ദിവസങ്ങളിൽ ഞാനും കടന്നു പോകുകയാണ്. അതുകൊണ്ട് ക്ഷമിക്കണം, ശബ്ദത്തിലും ഒക്കെ എനിക്ക് ഒത്തിരി പ്രയാസമുണ്ട്. പ്രാർത്ഥനയിൽ നിങ്ങളെന്നെ ഓർക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരൻ ജഗത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ ആ വലിയ മാറ്റം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ എന്തെങ്കിലും സാധിക്കുമോ? ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിനോ അതുപോലെ തത്വസംഹിതകൾക്കോ ഈ ലോകത്തിലെ മറ്റ് മതങ്ങൾക്കോ എന്തിനെങ്കിലും മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? ഒരിക്കലുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ ജീവിതത്തെയും മനുഷ്യൻ്റെ ചിന്താഗതികളെയും മനുഷ്യൻ്റെ ഭാവങ്ങളെയും എല്ലാം ഒരുപോലെ മാറ്റുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ആ വചനമാണ് ഇന്ന് രാത്രിയിലും നാം കേട്ടുകൊണ്ട് ഇരുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ദൈവവചനത്തിന് ചില പ്രത്യേകതകളുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരു വ്യത്യാസവുമില്ലാതെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ പോലും ഈ ലോകത്തിൽ നിന്ന് തിരോധാനം ചെയ്യപ്പെട്ടു. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ദൈവത്തിൻ്റെ വചനം ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. നാം കേട്ടിട്ടുണ്ടല്ലോ, നിരീശ്വരനായ വോൾട്ടയർ അദ്ദേഹം പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ ഈ ബൈബിളിൻ്റെ ഒരു കോപ്പി പോലും ഈ ഭൂമുഖത്ത് കാണുകയില്ല എന്ന്. എന്നാൽ ആ പറഞ്ഞ നിരീശ്വരനായ മനുഷ്യൻ ഈ ലോകം വിട്ട് മൺമറഞ്ഞു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ 2025 മാർച്ച് മാസം 26-ാം തീയതിയും ദൈവത്തിൻ്റെ വചനം ഘോഷിക്കപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് എന്നേക്ക് നിലനിൽക്കുന്ന വചനമാണ്. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ അഥവാ ദൈവത്തിൻ്റെ വചനം അത് എന്നും നിലനിൽക്കുന്ന വചനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊന്ന്, ദൈവവചനത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, അത് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിലെ ഒന്നിനും മനുഷ്യൻ്റെ ഹൃദയത്തെയോ ജീവിത ചിന്താഗതികളെയോ മാറ്റുവാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം അത് മനുഷ്യൻ്റെ ജീവിതത്തെ പാടെ മാറ്റുന്നതാണ്. ആഫ്രിക്കയിൽ നരഭോജികളായി ജീവിച്ച അനേകം ആളുകളെ നരസ്നേഹികളായി മാറ്റുവാൻ കഴിഞ്ഞത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. അതുതന്നെയല്ല, ഈ ദൈവത്തിൻ്റെ വചനം അത് ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നതാണ് എന്ന് അനേകർക്കും അറിയാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഗ്ലാസ് ബോക്സിനകത്ത് ഒരു ബൈബിൾ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ബൈബിള്. എന്നും രാവിലെ അവിടെയുള്ള ഒരാൾ ആ ബോക്സ് തുറന്ന് അതിൻ്റെ ഓരോ അധ്യായം ഇങ്ങനെ മറിച്ച് വയ്ക്കുമായിരുന്നു. ഒരു ദിവസം ആ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററോട് തനിക്ക് ഒരു ഫോൺ സന്ദേശം കിട്ടി. ഇവിടെ ഇരിക്കുന്ന ഈ ബൈബിൾ വെച്ചിരിക്കുന്ന
ഈ പെട്ടിയുണ്ടല്ലോ, ഈ ഗ്ലാസ് കവറ് അതെടുക്കണം, അതിനകത്തെ ബൈബിൾ ഇവിടുന്ന് മാറ്റണം, അത് ഇന്ന് തന്നെ ചെയ്യണം, ഇന്ന് ചെയ്തില്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ബോംബ് വെക്കും എന്നാണ്. അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഇതിവിടെ ഇരിക്കുന്നതാണല്ലോ, ഒരു ഉപദ്രവവും ആർക്കും ചെയ്തിട്ടില്ലല്ലോ, അനേകം ആളുകൾ അത് സന്തോഷത്തോടെ വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് കിട്ടിയ മറുപടി ഇതാണ്: നിങ്ങളുടെ വേദാന്തം ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇന്നു തന്നെ അത് ആ ബൈബിൾ അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഇത് മലയാള മനോരമയിൽ വായിച്ചൊരു വാർത്തയാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ബൈബിൾ മാറ്റി, ആ ഗ്ലാസ് ബോക്സ് അവിടുന്ന് മാറ്റി. അവിടെ ബൈബിള് ഇല്ല, ഇന്നവിടെ കാണാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമുക്കറിയാം, ഇത് കേട്ട മാത്രയിൽ തന്നെ അനേക ദൈവദാസന്മാർ എന്നും രാവിലെ അവിടെ ആ സ്റ്റേഷനിൽ ചെന്നിട്ട് ഗിദിയോൻസിൻ്റെ ഓരോ ബൈബിള് അവിടെ വരുന്ന ആളുകൾക്കെല്ലാം വിതരണം ചെയ്യാൻ തുടങ്ങി. അവിടെ യാത്ര ചെയ്യുന്നവർക്കും ആ സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്കും ഓരോ ബൈബിൾ ഇങ്ങനെ വിതരണം ചെയ്ത കൂട്ടത്തിൽ ഒരാൾ ആ ചെറിയ ബൈബിൾ എടുത്ത് ആ റെയിൽവേ ട്രാക്കിലോട്ട് എറിഞ്ഞു. അതവിടെ കിടക്കുകയാണ്. പോകട്ടെ, അനേകരതെടുത്ത് വായിച്ചു. അനേകർ വായിച്ചത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ എറിഞ്ഞ ബൈബിള് ആ ട്രാക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കേട്ടൊരു കാര്യം ഇതാണ്: സന്ധ്യയായ സമയത്ത് മലബാർ എക്സ്പ്രസ് അവിടെ വരുന്ന സമയത്ത് ആ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു സ്നേഹിതൻ അവിടെ വരികയാണ്. അവൻ വന്നപ്പോൾ അവിടെ ഇതാ ആ ട്രാക്കിൽ എന്തോ ഒരു പുസ്തകം കിടക്കുന്നു കണ്ടു. ആ ചെറുപ്പക്കാരൻ അത് എടുത്തു നോക്കിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായമാണ് അവന് കിട്ടിയത്. അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം അവൻ വായിച്ചു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്യം കടന്നു ചെന്നു. ഇനിയും ഞാൻ എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്? അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ബൈബിളും കൊണ്ട് മടങ്ങിപ്പോയി. ഞാൻ ചുരുക്കി പറയട്ടെ, അവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, ഒരു ദൈവപൈതലായിട്ട് തീർന്നു. ആ വ്യക്തിയിൽ നിന്ന് ആ സാക്ഷ്യം എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഈ ബൈബിൾ എന്തിനാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് എടുപ്പിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രവർത്തിച്ചു, ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് പ്രിയ ജഗത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴും ഞാൻ ആ സംഭവം ഓർക്കുകയാണ്. തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം. മാത്രമല്ല, ഈ ദൈവവചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? ഈ വചനം ആശ്വസിപ്പിക്കുന്ന വചനമാണ്. ഈ വചനം നിലനിൽക്കുന്നു. അതുമാത്രമല്ല, ഈ വചനം രൂപാന്തരപ്പെടുത്തുന്നു. ഈ വചനം മനുഷ്യ ജീവിതങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, നിരാശകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഒന്ന് വായിക്കുക, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. നിങ്ങളുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടും. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസം തരുന്ന വചനമാണ്. ഒരിക്കൽ മലയാള മനോരമയിൽ ഞാൻ ഇങ്ങനെ ഒരു വാർത്ത വായിക്കുവാനായിട്ടിടയായി. ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ ആ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. മഹാകവി ചങ്ങമ്പുഴയുടെ മകളും അവളുടെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. എന്താ കാര്യമെന്നുള്ളത് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ തിങ്കളാഴ്ച ദിവസം രാവിലത്തെ പത്രത്തിൽ വാർത്ത കണ്ടു. എന്താണ്? ചങ്ങമ്പുഴയുടെ മകളും അവളുടെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 4 ലക്ഷം രൂപ അവർക്ക് കടമുണ്ടായിരുന്നു, അത് വീട്ടാൻ കഴിയുന്നില്ല എന്നാണ്. ഞാനിങ്ങനെ ഓർത്തുപോയി. ചങ്ങമ്പുഴയുടെ പല കവിതകളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ അപ്പൻ എഴുതിയ കവിതയാണല്ലോ, അതിലൊന്നെങ്കിലും ഒന്നെടുത്ത് വായിച്ച് ഒന്ന് ആശ്വസിക്കാം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം അനേക ജീവിതങ്ങൾക്ക് ഇന്നും ആശ്വാസം പകരുന്നു.
പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തെയും ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുന്ന, ആശ്വാസം നൽകുന്ന ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുവാനും ഈ ദൈവവചനത്തിൽ ആശ്രയിക്കുവാനും ആശ്വസിക്കുവാനും ദൈവം സഹായിക്കട്ടെ. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ മറ്റൊന്നിനും കഴിയുകയില്ല. എൻ്റെ പ്രിയ സഹോദരൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം തരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക, ഈ രക്ഷയെ അംഗീകരിക്കുക, പാപമോചനം പ്രാപിക്കുക. ദൈവം അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ.